കയറി. ബസ്സിലെ കണ്ണാടിയിൽ ഇടത് സൈഡിൽ ഹൈഡ്രോളിക് ഡോറിൽ വന്ന് കൈ മുറുക്കി ഇടിക്കുകയും കണ്ടക്ടർ പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു ദേണ്ടേ ഇയാൾ പറയുന്ന പച്ചക്കള്ളമാണ് ആര്യയുടെ ഹസ്ബൻഡ് പറയുന്നത്. ആ ബസ്സിലെ കൊണ്ട് വട്ടം വെച്ചതിന്റെ തെളിവാണ് ഈ കാണിക്കുന്നത്. ആൾക്കാർ ഇപ്പോഴും ഇയാൾ പറ്റിച്ചോണ്ട് ആര്യയെ പറയാതെ നിങ്ങൾക്ക് അറിയാലോ ആര്യ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. എന്തായാലും ചേച്ചി ഇപ്പൊ സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് നല്ല രീതിയിൽ ഇപ്പൊ വീട്ടിലിരിപ്പുണ്ട്. ഇനിയിപ്പോ അടുത്ത പോകാൻ പോകുന്നത് ഹസ്ബൻഡിന്റെയും കൂടെ ആണ്, MLA ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെയും കൂടെ. ഒരു 4 മാസം കഴിയുമ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു അങ്ങ് തീരുമാനമായി പോകുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യദുവിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു മേയർ ആര്യയെ, നിങ്ങൾ ആ പാവത്തിനോടൊക്കെ ചെയ്ത് കൂട്ടി എന്റെ ഫലങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം അതിപ്പോ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തൊക്കെ വന്നാലും ഇപ്പം കേരളത്തിലെ ജനങ്ങൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാർട്ടിക്കാർ ഉൾപ്പെടെ അത് സന്തോഷിക്കുന്നുണ്ട്. കാരണം അതുപോലത്തെ ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ. എന്തായാലും ആ പാവത്തിനോട് ചെയ്തതിന്റെ ഫലങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആര്യയുടെ ഹസ്ബൻഡ് MLA അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ പൊന്നു മോനെ, എങ്ങനെ വളച്ചൊടിക്കാൻ തോന്നുന്നത് എനിക്ക്, ഇങ്ങനെ വളച്ചൊടിക്കാനാ. ഇവരുടെ സംസാര രീതിയാണ് നമുക്ക് അങ്ങോട്ട്, ഈ രാഷ്ട്രീയ സംസാരം ഉണ്ടല്ലോ, കഠിനമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ, ഏത് പ്രശ്നം ഉണ്ടായാലും ഏത് അടി കിട്ടിക്കൊണ്ടിരുന്നാലും ആ സമയത്ത് പോകുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ ഒരു നിലപാടിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളങ്ങളാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആര്യയുടെ ഒരു ചെറിയൊരു വോയിസ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഈ പറയുന്ന ട്രിവാൻഡ്രം പിടിച്ചെടുക്കുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു. 2020 ഇതേ ഡയലോഗൊക്കെ അടിച്ചാണെന്നും പറഞ്ഞ് BJPയെ കുറിച്ചൊക്കെ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കിയ ഒരു ഇതായിരുന്നു, വലിയ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. പുള്ളിയുടെ വോയിസ് ഞാൻ വെച്ചുതരാവേ. ഇപ്പൊ കണ്ടില്ലേ പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന്. നമുക്ക് അത് കണ്ടിട്ട് യദുവിന്റെ വീഡിയോയിലോട്ട് പോവാം. അതുപോലെ തന്നെ ആര്യയുടെ ഹസ്ബൻഡ് പറയുന്നതും കൂടെ നമുക്കൊന്ന് വെക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബും ചെയ്യുക. നിങ്ങൾ ഈ യദുവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആര്യ സപ്പോർട്ട് ചെയ്യുന്നവർ കമന്റ് ബോക്സിലും പറയാം. എന്തായാലും നമുക്ക് ആദ്യം വോയിസ് വെക്കാം. 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് അത് BJPക്ക് പറ്റിയില്ല, സത്യമാണ്. ഇന്ന് BJPക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാ കേരളത്തില ഒരു മൂലയ്ക്ക് പോലും ഇല്ലാത്ത ഈ ഒരു BJP പാർട്ടി അവിടെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവുകേടാന്നേ ആൾക്കാർ പറയൂ. അതായത് മുൻ മേയറിന്റെ കഴിവുകളെന്നേ പറയത്തുള്ളൂ ആൾക്കാർ. നീ എന്ന് വിളിച്ചുപോയി, എന്റെ ദൈവമേ മേഡം, ഇനി അടുത്ത് നമ്മളിനി എന്തൊക്കെ കാണിച്ചത്, അയ്യോ എന്റെ കൈ താത്തിട്, ഇനി കൈ പൊക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നൊക്കെ പറയും. ഇനി എനിക്ക് അതാ പേടി. ആ രീതിയിലത്തെ ഭരണമായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ടെന്താ ആരാണ് ഇപ്പൊ പിടിച്ചെടുത്തത്? ആരെങ്കിലും പ്രതീക്ഷിച്ചോ BJP അവിടെ പിടിച്ചെടുക്കുമെന്ന്? ആരെങ്കിലും? നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സീറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ചിലയിടത്ത് 20, 30, 40 വോട്ടുകളിലാണ് തോറ്റുപോയത്. എന്നാലും അവിടെ വോട്ട് കൂടുതൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ഇതുപോലെ വളച്ചെടുക്കുന്ന ഒരു പാർട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു ദൈവമേ, സത്യം പറയാലോ, BJPക്ക് ബുദ്ധി ഉയർത്തുന്ന ഞാൻ പറയാം. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം കോൺഗ്രസും BJP കോൺഗ്രസ് നശിച്ചാലേ BJPക്ക് കയറി വരാം. അങ്ങനല്ല. കേരളത്തിൽ അഥവാ BJPക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതില്ലാണ്ടാവണം. അതാണ് ഇല്ലാണ്ടാവേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വട്ടം കൂടെ കമ്മ്യൂണിസ്റ്റിന് ഭരണം കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വട്ടം ഈ പാർട്ടി ഭസ്മമായി പോകും. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് യദുവിന്റെ ഇന്റർവ്യൂലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ അവസ്ഥ അതല്ല. അപ്പം ഞാൻ അന്നേ വിളിച്ച് ഇപ്പോൾ സച്ചിൻ ദേവന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ചെറിയ 5 മിനിറ്റത്തെ പ്രശ്നമേ ഉണ്ടായിരുന്നു. 5 മിനിറ്റത്തെ അല്ലേന്ന് പട്ടം തൊട്ട് ഇങ്ങേറ്റം വരെ ഇവർ പ്രശ്നം തന്നെയായിരുന്നു. പാളയം സാബല്യത്തിൻ്റെ അവിടെ വരെ ഇവർ പ്രശ്നം തന്നെയായിരുന്നു. ഇവർ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ എന്നെ തന്തയ്ക്ക് വിളിക്കുകയും ഈ സച്ചിൻ ദേവ് ബസ്സിൻ്റെ അകത്ത് കയറിയെന്ന് യാത്രക്കാരനിൽ ഒരാളായിട്ടുള്ള ഒരാൾ നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യാൻ പറയുകയും ബസ്സിൻ്റെ അകത്ത് കയറി ബസ്സിലെ കണ്ണാടിയിൽ ഇടത് സൈഡിൽ ഹൈഡ്രോളിക് ഡോറിൽ വന്ന് കൈ മുറുക്കി ഇടിക്കുകയും കണ്ടക്ടർ പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഒന്നാമത്തെ ദിവസം. അത് കഴിഞ്ഞ് എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സച്ചിൻ പറഞ്ഞിരിക്കുന്നത് ഒരു 5 മിനിറ്റിന്റെ കേസ് കേട്ടാണെന്നാണ് പറയുന്നത്. സച്ചിൻ പറയുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം. അല്ല എനിക്ക് അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് കേട്ടിട്ട് അദ്ദേഹം പറയുന്ന കള്ളങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് ഒരു തെളിവ് ഒരു വീഡിയോ ഞാൻ വെച്ചു. എന്ന് വെച്ചാൽ അച്ഛൻ തയ്യൽ മെഷീന്റെ ബിസിനസ്സാണ്. അപ്പോൾ തയ്യൽ മെഷീന്റെ സ്പെയർ പാർട്സ് ഒക്കെ ആരെങ്കിലും വാങ്ങിക്കാൻ വരണമെങ്കിൽ അതിൻ്റെ ഇതിലാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല ഭയങ്കര പണക്കാരനൊന്നും അല്ല. പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന് 2-3 പ്രാവശ്യം ഓടി സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്ത് പോലീസുകാരായാലും വെഹിക്കിളായാലും ടാർഗറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടിയെ പിടിപ്പിക്കുകയും എല്ലാ വണ്ടിയും കറക്റ്റ് സമയത്തല്ലല്ലോ ഓടുന്നത്, അതിൻ്റെ സമയത്തല്ല ഓടണം, മാറ്റിയും തിരിച്ചുമൊക്കെയാണ് ഓടുന്നത് കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയും അങ്ങനെ മുതലാളിമാർ സ്ഥിരം ആ വണ്ടി തരാതിരിക്കുകയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ജോലിയില്ല, സാമ്പത്തികമായിട്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആദ്യം എന്നെ KSRTC ഇറക്കിയില്ലേ, ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഈ വാർത്തയ്ക്ക് ശേഷം ഒരു ജോലിയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് BJP-ക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പാർട്ടിയിലില്ല, ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ് എന്നെ തള്ളി പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ BJP-ക്കാരനാണ്. പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? എൻ്റെ കാർഡ് നിങ്ങൾക്ക് തന്നതാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ കാർഡ് കണ്ടിട്ട് മനസ്സിലായല്ലോ ഏത് പാർട്ടി എന്നുള്ള. അങ്ങനെ BJP-ക്കാരനായിരുന്നെങ്കിൽ എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്തേനെ. ഇപ്പം ആരും ഒരു പാർട്ടിക്കാരും സപ്പോർട്ടില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മേയർ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടൊരു വടിയായിട്ട് പ്രയോഗിക്കുന്നതല്ലാതെ എനിക്ക് അങ്ങനെ ആയിട്ട് ഒരു സാമ്പത്തിക ലാഭമോ അല്ല ജോലി തരാമെന്നോ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. പാവപ്പെട്ടവ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. 1-2 പ്രതികളെ കേസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബസ് ഓടിച്ച്, അതായത് പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലും നശിപ്പിക്കാൻ നോക്കിയ വ്യക്തികളാണ് ഇവര്. കാരണം ഓക്കെ, ഇദ്ദേഹം പോകുന്ന ബസ്സിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന ഇതുണ്ട്, അപ്പോൾ ഇതുപോലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ വരുത്തിക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവരുടെ പവറും അതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷെ ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾ മണ്ടരാവും. ജനങ്ങൾ ശരിക്കും മണ്ടരാവുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. അവരെ മണ്ടരാക്കാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റും. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് യദുവിൻ്റെ കേസ് കേട്ടിലാണെങ്കിൽ പോലും. പിന്നെ ഇത് പറഞ്ഞ വേറൊരു കാര്യമാണെങ്കിൽ രാഷ്ട്രീയക്കാർ മുതലാക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതെ, ഇപ്പം മേയറിനിട്ട് കൊട്ടാനാണെങ്കിൽ ഇപ്പം ആൾക്കാർക്ക് ഈ ഒരു കാര്യം വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം. അങ്ങനെയും കുറേ ഈ പെണ്ണിൻ്റെ എന്താ പറയണ്ടേ, ട്രിവാൻഡ്രത്തിന് അത് വലിയൊരു കേടുപാടുണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 4 മാസം ഇലക്ഷൻ വരാൻ പോവാണ്. ഈ MLA സ്ഥാനം കൂടെ ഭർത്താവിൻ്റെ പോകാതിരുന്നാൽ മതി. പിന്നെ അദ്ദേഹം പറയുന്ന വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനകത്ത് കുറച്ച് കള്ളങ്ങളുണ്ട്, ഞാനത് വെച്ച് തരാം. കാലങ്ങളിൽ അതിൽ താങ്കൾക്കും പങ്കാളി ആര്യ രാജേന്ദ്രനും അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നും അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ശരിക്കും അതിന് പിന്നിലെ വസ്തുത എന്താണ്? അതില് വളരെ 5 മിനിറ്റിൽ താഴെ മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നമാണ്, ഒരു വാക്കുതർക്കമായിരുന്നു അത്. അത് യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു മോശമായ അനുഭവം എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന എൻ്റെ സഹധർമ്മിണിയും സഹോദരിയുമായ 2 പേർക്ക് ഉണ്ടായ വളരെ മോശമായൊരു അനുഭവം. ആ അനുഭവം ഒരു വാക്കുതർക്കമായി മാറുക മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് സ്ത്രീകളിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് ആ പ്രതികരണം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയോട് ഒരിക്കലും സന്ധി ചേരാനാവില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചുമതലയിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഒരു അധികാരവും സ്ഥാനങ്ങളും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്വാഭാവികമായും ഒരു മോശമായ അനുഭവം ഒരു സ്ത്രീക്കുണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഘട്ടത്തിൽ പ്രതികരിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറയും. പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു തിരുവനന്തപുരത്തെ പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ മുന്നിലുള്ള ഈ സിഗ്നലിൽ ബസ് നിർത്തുകയാണ് ഉണ്ടായത്. ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ സാധാരണഗതിയിലുള്ള ട്രാഫിക് രീതികൾ വെച്ച് ഏതൊരു വാഹനവും അവിടെ നിർത്തും. അങ്ങനെ ഓക്കെ, അപ്പം നിങ്ങളത് കേട്ടല്ലോ. പുള്ളിക്കാരൻ പറഞ്ഞത് ബസ് അതായത് സിഗ്നൽ കാണിച്ച് അവിടെ നിർത്തി എന്നാണ് പുള്ളി പറയുന്നത്. അല്ലാതെ വണ്ടി വട്ടം വെച്ച് നിർത്തിയെന്നല്ല.
നമുക്കൊരു വീഡിയോ കാണിച്ചു തരാം. എടാ ഇതൊക്കെ കാലം മാറി. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ കാലമല്ല, സോഷ്യൽ മീഡിയ വളർന്നിരിക്കുന്ന ഒരു കാലമാണ്. എൻ്റെ പൊന്ന് MLA അത് മനസ്സിലാക്കാം. വേണ്ടേ, ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വെച്ചുതരാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ആ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് പോർഷൻ, ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അത് ചിലപ്പോൾ വള്ളിയാവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഓക്കെ, നോക്ക് ശ്രദ്ധിച്ചു നോക്ക്. അവൻ ആ വണ്ടി വട്ടം വെച്ചിരിക്കുന്ന കണ്ടില്ലേ? വണ്ടി വട്ടം. ഇതിനകത്ത് കറക്റ്റ് ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടോണ്ടാണ് ഈ വണ്ടി വട്ടം വെച്ചിട്ടാണ് അവിടെ നിർത്തിയത്. ഈ വണ്ടി നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളെ മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ ഏതോ ആയിക്കോട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല MLA അല്ലെങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, നല്ല ആൾക്കാരെ കണ്ടാൽ നല്ലതെന്ന് പറയും. ഇപ്പൊ എൻ്റെ ഇതൊരു 12ാം വാർഡാണ്. ഇവിടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു BJP പാർട്ടി, ഒരു കോൺഗ്രസ്സുകാർ 3 പേരുണ്ടെന്ന് വെച്ചാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റിലെ പാർട്ടി നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് വോട്ട് കൊടുക്കും. ജനങ്ങൾക്ക് എൻ്റെ ഒരു ശീലം അങ്ങനെ. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ എൻ്റെ ആദ്യത്തോട്ട് ഞാൻ കൊടുത്തത് അന്ന് രമേശ് ചെന്നിത്തല നിന്ന സമയത്ത് 2015 ഞാൻ കൊടുത്തത് പ്രസാദിനായിരുന്നു വോട്ട് കൊടുത്തത്. വർഷങ്ങളോളം രമേശ് ചെന്നിത്തല ജയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എൻ്റെ ആദ്യത്തെ വോട്ട് ഈ പറയുന്ന പ്രസാദിന് വോട്ട് കൊടുത്തത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല മോശമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. അപ്പം എൻ്റെ ഒരു ഇത് ഞാൻ അന്ന് ഈ പറയുന്ന ഓരോന്നൊക്കെ നോക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ പുള്ളി കൊള്ളാം എന്ന് തോന്നി, അങ്ങനെ ചെയ്തു. പിന്നെ പഠിച്ച് വന്നാണ് ഓരോ കാര്യത്തിലോട്ടും പോയത്. പിന്നെ ഉറച്ചതായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും തുടങ്ങിയത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് ആൾക്കാരെ വെറും മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ MLA വന്നിട്ട് എന്തായാലും ആര്യ കെട്ടും പടക്കയായിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്ത് ഇങ്ങേരാ. എന്തായാലും ഇതുകൊണ്ട് 2ാമത്തെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അത് കാണുന്നത്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക.